Okay dears, so in the last classes we already discussed about some other concepts like Arrhenius concept, Lowry-Bronsted concept, then Lex-Flood concept, etc. Now we are moving toward a new concept, Lewis concept. And this concept of acids and bases were proposed by G.N. Lewis in 1923. G.N. Gilbert Newton Lewis in 1923. And you know, this concept is based on electrons. ലൂയിസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഇലക്ട്രോണിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കൺസെപ്റ്റ് പോകുന്നത്. ലൂയിസ് കോൺസെപ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇലക്ട്രോൺസ്. സോ വി ക്യാൻ ഡിഫൈൻ ആൻ ആസിഡ് ആൻഡ് ബേസ് അക്കോർഡിംഗ് ടു ലൂയിസ് concept. According to Lewis concept, an acid is an electron pair acceptor. Acid is an electron pair acceptor. Base is an electron pair donor. So that's about the Lewis concept. It is proposed in 1923, and according to the concept, an acid is an electron pair acceptor and base is an electron pair donor. ലൂയിസ് എന്ന് കേൾക്കുമ്പോൾ ഇലക്ട്രോൺ എന്ന് ചിന്തിക്കുക. ദെൻ ആസിഡ് ആക്സെപ്റ്റർ ആണോ ഡോണർ ആണോ എന്നുള്ള സംശയം വേണ്ട. ആസിഡ് ആക്സെപ്റ്റർ. അപ്പോൾ ബേസ് എന്തായിരിക്കും? ഇലക്ട്രോൺ പെയർ ഡോണർ. ബിഫോർ ഡിസ്കസിങ് അബൌട്ട് ദ എക്സാമ്പിൾ, ജസ്റ്റ് കൺസിഡർ ആൻ ഇക്വേഷൻ. കൺസിഡർ ദ റിയാക്ഷൻ ബിറ്റ്വീൻ അമോണിയ and BF3. What is NH3? NH3 is termed as ammonia and BF3 is boron trifluoride. Okay, what is ammonia? Ammonia, its structure is NHHH and is having a lone pair. This is the structure. And what is the hybridization? sp3 hybridization. sp3 പറഞ്ഞാൽ ഒരു എസും 3 p ഓർബിറ്റലും കമ്പൈൻ ചെയ്തിട്ട് sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. sp3 ആവുമ്പോൾ എപ്പോഴും സ്ട്രക്ചർ എന്തായിരിക്കണം? ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ ആറ്റത്തിലെ നൈട്രജൻ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. അതിൽ 3 sp3 ഓർബിറ്റൽസ് ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തിരിക്കുന്നു. ടോട്ടൽ എത്രയുണ്ട്? ഒരു എസും 3 പിയും. ടോട്ടൽ 4 ഓർബിറ്റൽ ഉണ്ട്. അതിൽ നൈട്രജൻ ദാറ്റ് യൂസസ് 1 for bonding that is 3 for bonding with the hydrogen, and there is one unhybridized orbit. ഒരു ഓർബിറ്റൽ ഇവിടെ നിൽക്കുന്നുണ്ട് അല്ലേ. ആൻഡ് there is അൺഹൈബ്രിഡൈസ്ഡ് അല്ല, അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ തന്നെയാണ്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ 1 ലോൺ പെയർ. ഒരു ലോൺ പെയർ ഉണ്ട് നൈട്രജനിൽ. എങ്ങനെയാണ് ലോൺ പെയർ ലെവൽ? നൈട്രജൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇലക്ട്രോൺസ് എത്രയാണ്? 5 അല്ലേ. അപ്പോൾ 1 2 3 4 5. ആ 5 ഇലക്ട്രോൺസാണ് നൈട്രജൻ്റെ അവിടെയുള്ള. ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺസ് ഇങ്ങനെ. ഓക്കെ, സോ ഇതാണ് സ്ട്രക്ചർ ഓഫ് അമോണിയ sp3 ഹൈബ്രിഡൈസ്ഡ്. സാധാരണ sp3 ഹൈബ്രിഡ് നമ്മൾ ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ എന്ന് പറയും. ഇതിനെ നമ്മൾ പിരമിഡൽ സ്ട്രക്ചർ എന്നാണ് പറയുക. അമോണിയയുടെ സ്ട്രക്ചറിനെ നമ്മൾ പിരമിഡൽ സ്ട്രക്ചർ എന്നാണ് പറയുന്നത് കേട്ടോ. സോ അമോണിയ ഉണ്ട്. അമോണിയയ്ക്ക് ഇവിടെ 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള ഇലക്ട്രോൺസിനെ നമ്മൾ ബോണ്ടഡ് ഇലക്ട്രോൺസ് എന്നാണ് പറയുക. ബോണ്ടഡ് ഇലക്ട്രോൺസ്, ബോണ്ടിങ്ങിലുള്ള ഇലക്ട്രോൺസ് ബോണ്ടഡ് ഇലക്ട്രോൺസ്. ഇതോ ഈ 2 ഇലക്ട്രോൺസ് ഈ നൈട്രജന് സ്വന്തമായിട്ടുള്ളതാണ്, വേറെ ആരുമായിട്ടത് കമ്പയർ ചെയ്യുന്നില്ല. ഇതിനെ നമ്മൾ നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് എന്ന് പറയും, അല്ലെങ്കിൽ ലോൺ പെയേഴ്സ് എന്ന് പറയും. എന്താ ലോൺ പെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് കിടക്കുന്ന പെയേഴ്സ്. അതൊരു പെയറായിട്ടാണ് അല്ലേ, ലോൺ പെയേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അമോണിയയെക്കുറിച്ച് എല്ലാം മനസ്സിലായില്ലേ? sp3 ഹൈബ്രിഡൈസ്ഡ് ആണ് ആൻഡ് ദാറ്റ് ഇസ് പിരമിഡൽ സ്ട്രക്ചർ ആണ്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് 3 ബോണ്ട് പെയേഴ്സ് ആൻഡ് 1 ലോൺ പെയർ. ഒറ്റയ്ക്ക് കിടക്കുന്ന ഒരു പെയർ ഉണ്ട് അല്ലേ. ഇത് നൈട്രജന് മാത്രമായിട്ടുള്ള ലോൺ പെയർ ആണ്. ഓക്കെ, നമുക്ക് നേരെ മറ്റാളടുത്തേക്ക് പോയി നോക്കാം. BF3 is boron trifluoride and the hybridization is sp2 hybridization ആണുള്ളത്. ഓക്കെ, ദെൻ ബോറോൺ ഇങ്ങനെ സെൻറ്ററിൽ നിൽക്കുന്നു. ബോറോൺ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? ബോറോൺ ഫാമിലി
ലിഥിയം, ബെറിലിയം, പിന്നെ ബോറോൺ. ഓക്കെ, അപ്പോൾ തേർഡ് ഗ്രൂപ്പിലാണ്. തേർഡ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് കണ്ടെയ്ൻസ് 3 വാലൻസ് ഇലക്ട്രോൺസ്. ഫോർത്ത് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 4 വാലൻസ്, കാർബൺ ഫാമിലി. ദെൻ ഫിഫ്ത്ത് ഗ്രൂപ്പാണ് നമ്മൾ നൈട്രജൻ. നൈട്രജൻ ഫിഫ്ത്ത് ഗ്രൂപ്പിലാണ്, അല്ലെങ്കിൽ ഫിഫ്ത്ത് അല്ലെങ്കിൽ 15th എന്നും പറയൂ കേട്ടോ. 1, 2 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു 10 പേര് കിടക്കുന്നില്ല, അത് കഴിഞ്ഞിട്ടല്ലേ അടുത്ത ഗ്രൂപ്പിലേക്ക് പോവാം. അപ്പോൾ അവരെ 13 എന്നും പറയാം, അല്ലെങ്കിൽ തേർഡ് ഗ്രൂപ്പ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഫിഫ്ത്ത് ഗ്രൂപ്പിൽ നൈട്രജൻ ആയതുകൊണ്ടാണ് ഈ 5 ഇലക്ട്രോൺസ് വന്നത്. നമ്മൾ ബോറോൺ കിടക്കുന്നത് തേർഡിലെ ഫസ്റ്റ് മെമ്പറാണ്. സോ ദ ബോറോൺ മസ്റ്റ് ഹാവ് 3 വാലൻസ് ഇലക്ട്രോൺസ്. വാലൻസ് ആണ് പുറമേ ഉള്ളത് അല്ലേ. അപ്പോൾ sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ദ സ്ട്രക്ചർ മസ്റ്റ് ബി ട്രയഗണൽ പ്ലാനാർ. ഓക്കെ, ഹൈബ്രിഡൈസേഷനൊക്കെ നിങ്ങൾ പഠിച്ചതല്ലേ. എന്താ ഹൈബ്രിഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞു വെച്ചാൽ, ഒരു ബോണ്ടിങ് പങ്കെടുക്കുന്നതിന് മുന്നേ ആറ്റം ഒന്ന് ഒരുങ്ങി നിൽക്കുക, ഒന്ന് മേക്കപ്പൊക്കെ ചെയ്ത് റെഡിയായി നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത് പറയുന്നത്, ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. കാരണം വരുന്ന ആൾക്കാരെ, പുറമേന്ന് വരുന്ന ആളുകളെ ഒരേ റൂമിൽ ഇരുത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഹൈബ്രിഡൈസ് ചെയ്യുന്നത്. എല്ലാവരെയും നമുക്ക് വരുന്നവരെയൊക്കെ നമുക്ക് ഒരേപോലെ ട്രീറ്റ് ചെയ്യണം അല്ലേ. ഒരാളെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. കാരണം ഈ നൈട്രജൻ്റെ അടുത്തേക്ക് 3 ഹൈഡ്രജനാണ് വരുന്നത്. അവരെ 3 പേരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് sp3 ഹൈബ്രിഡൈസേഷൻ നടന്നത്. ഹൈബ്രിഡൈസേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്കിത് എസ് ആണോ പി ആണോ എന്ന് പറയാൻ പറ്റില്ല. എസിൻ്റെ ക്യാരക്ടറും പിയുടെ ക്യാരക്ടറും ഉണ്ടായിരിക്കും ആ ഓർബിറ്റലിന്. അങ്ങനെ ഒരു 4 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഇവിടെ ഉണ്ടാവും. അതിൽ ഒന്നിലേൽ കയറിയിട്ട് ഹൈഡ്രജനോട് ഇരുന്നോളാൻ പറയും, മറ്റതിലോട് വേറെ ഹൈഡ്രജനോട് ഇരിക്കും. അങ്ങനെയാണ്, അതാണ് ഈ ഹൈബ്രിഡൈസേഷൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അത് ഒരുങ്ങി നിൽക്കുക, സ്വയം ഈ സെൻട്രൽ ആറ്റംസ് ഒന്ന് ഒരുങ്ങി നിൽക്കുകയാണ്, വരുന്നവരെ സ്വീകരിക്കാനാണ്. അതാണ് നമുക്കൊരു സിംപ്ലി തമാശയ്ക്ക് പറയാം ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബോറോൺ റെഡിയായി നിൽക്കുകയാണ്. sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്, അതായത് 3 ഓർബിറ്റൽ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ റെഡിയായി. പിന്നെ വരുന്നവരൊക്കെ ഇവർക്കൊന്നും പരസ്പരം അടുത്ത് നിൽക്കുന്നത് ഇഷ്ടമല്ല, കാരണം ഇലക്ട്രോൺ റിപ്പൾഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ പരമാവധി അകലം പാലിച്ച് വേണം ഇവർ നിർത്താൻ. അപ്പോൾ ഏറ്റവും നല്ല ഒരു sp2 ഹൈബ്രിഡൈസേഷൻ ആകുമ്പോൾ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ട്രയഗണൽ പ്ലാനാർ പൊസിഷൻ ഒക്കുപ്പൈ ചെയ്യുക എന്നുള്ളതാണ്. ഇതാവുമ്പോൾ ഒരു ടെട്രാഹൈഡൽ പൊസിഷൻ ഒക്കുപ്പൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ BF3 ഹാവിങ് sp2 ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ നമ്മുടെ ബോറോൺ റെഡിയായി നിന്നു. 3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ട് അല്ലേ. വന്നോളാൻ പറയും, ഒരു ഫ്ലൂറിനോട് ഇവിടെ നിൽക്കാൻ പറയും, ഒരു ഫ്ലൂറിന് ഇവിടെ നിൽക്കും, ഒരു ഫ്ലൂറിന് ഇവിടെ അല്ലേ. ഫ്ലൂറിൻ. ബോറോണിന് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ആണ്? 3 1 2 3. ആൻഡ് വരുന്ന ഫ്ലൂറിനിൽ 7 വാലൻസ് ഇലക്ട്രോൺസ് ആണ്. അതിൽ 1 ബോറോണായിട്ട് ബോണ്ടിങ് ചെയ്യുന്നത്, ബാക്കി 6 ഇവിടെ ഇങ്ങനെ നിൽക്കും. ഓക്കെ, ഇങ്ങനെയാണല്ലോ സ്ട്രക്ചർ. ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ +2 കഴിഞ്ഞതാണൊക്കെ അറിയുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ. സോ ഹിയർ ഓൾസോ 3 ബോണ്ട് പെയേഴ്സ് ഉണ്ട്. ഇതാണ് BF3 ട്രയഗണൽ പ്ലാനാർ സ്ട്രക്ചറാണ്. ഇനി നമുക്ക് ഇവരുടെ ഒരു നേച്ചർ നോക്കി നോക്കാം. ഇവിടെ അമോണിയയിൽ വരുമ്പോൾ നോക്കൂ, ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ലോൺ പെയർ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ നൈട്രജൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ലോൺ പെയറിനെ ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ അങ്ങനെ കൊടുക്കാൻ തയ്യാറാണോ ചോദിച്ചാൽ മുഴുവനായിട്ട് കൊടുക്കാൻ തയ്യാറല്ല. വേണമെങ്കിൽ കയ്യിൽ പിടിക്കാൻ കൊടുക്കാം എന്ന് പറയും നൈട്രജൻ. ഓക്കെ, അതായത് ഫുള്ള് ഡൊണേറ്റ് ചെയ്യാൻ ഒരിക്കലും നൈട്രജൻ തയ്യാറാവില്ല. കാരണം എന്താണ്? നൈട്രജൻ്റെ ഒക്ടേറ്റ് ഇവിടെ കംപ്ലീറ്റ് ആണ്. നോക്കൂ, 2 4 6 8 കംപ്ലീറ്റ് ഒക്ടേറ്റ് ആയിട്ടാണ് ഈ അമോണിയയിൽ നിൽക്കുന്നത്. അമോണിയ വളരെ സ്റ്റേബിളായൊരു മോളിക്യൂളാണ്. ഈ 2 ഇലക്ട്രോൺസിനെ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ ദാറ്റ് ലാക്ക് ഓഫ് 2 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും, അൺസ്റ്റേബിൾ ആയിരിക്കും. പക്ഷേ എന്ത് ചെയ്യാം, ഇതിന് മറ്റൊരാളുടെ കയ്യിൽ വെച്ച് കൊടുക്കാം, അതായത് പൂർണ്ണമായും കൊടുക്കാതെ. അപ്പോഴാണ് നമ്മൾ BF3 അങ്ങോട്ട് വരുന്നത്. BF3യുടെ സ്ഥിതി നോക്കി നോക്കൂ, 2 4 6 ഇലക്ട്രോൺസാണ് ബോറോണിൻ്റെ ചുറ്റുമുള്ളൂ. സോ ഇറ്റ് ലാക്ക് ഓഫ് 2 ഇലക്ട്രോൺസ്. 2 ഇലക്ട്രോണും കൂടി കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ ദാറ്റ് ബിക്കം മോർ സ്റ്റേബിൾ, അതിന് കുറച്ചുകൂടി ഹാപ്പി ആവും അല്ലേ. അപ്പോഴാണ് നമ്മൾ അമോണിയ കണ്ടത്. അപ്പോൾ അമോണിയ റെഡിയാണ് അതിൻ്റെ ഇലക്ട്രോൺസിനെ BF3ക്ക് ഡൊണേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ അല്ലേ. അത്തരം ബോണ്ടിങ് നമുക്കറിയാം. ബോണ്ടിങ് എന്ന് പറഞ്ഞു വെച്ചാൽ അയോണിക് ബോണ്ട് ഉണ്ട്, കോവാലൻ്റ് ബോണ്ട് ഉണ്ട്, പിന്നൊരു ബോണ്ടിങ് കൂടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, കോർഡിനേറ്റ് ബോണ്ട് അല്ലേ. അയോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്, കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം വൺ ആറ്റം ടു അതർ, കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫറിങ് നടക്കും. എന്താ കോവാലൻ്റ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഷെയറിങ്. ഇയാളൊരു ഇലക്ട്രോൺ ആണെങ്കിൽ മറ്റേ ആറ്റം 1 ഇലക്ട്രോൺ, ഇയാൾ 2 ഇലക്ട്രോൺ ആണെങ്കിൽ മറ്റേ ആറ്റം 2 ഇലക്ട്രോൺ. അത് മ്യൂച്വൽ ഷെയറിങ് ആണ് കോവാലൻ്റ്.
ദെൻ വേറൊരു തരം ബോണ്ടിങ് ആണ് കോർഡിനേറ്റ് ബോണ്ട് അഥവാ ഡേറ്റീവ് ബോണ്ട്. It's a type of sharing and in which the shared pair of electrons are contributed by only one atom. ഒരാൾ മാത്രമാണ് ഇലക്ട്രോൺസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ ആ ഷെയറിങ്ങിൽ വെച്ചാൽ ദാറ്റ് ടൈപ്പ് ഓഫ് ബോണ്ടിങ് ഈസ് ടേംഡ് ആസ് ഡേറ്റീവ് ബോണ്ടിങ്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ അയണിക് ബോണ്ട് ആണെങ്കിൽ ദർ ഒക്കേഴ്സ് ഫോർമേഷൻ ഓഫ് അയോൺസ് സച്ച് ആസ് A+B- എന്നുള്ള അയോൺസ് ആണ് ഫോം ചെയ്യുന്നത്. ദെൻ കോവാലൻ ബോണ്ടിങ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക അല്ലേ, എങ്ങനെ എയുടെ ഒരു ഇലക്ട്രോൺ ബിയുടെ ഒരു ഇലക്ട്രോൺ. ഓക്കെ, ആൻഡ് കോർഡിനേറ്റ് ബോണ്ട് ആണെങ്കിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ആരോ വെച്ചിട്ടാണ്, അതായത് എ ബിക്ക് കൊടുക്കുന്നു ഇലക്ട്രോൺസിന്, പക്ഷേ പൂർണ്ണമായിട്ട് ഡൊണേറ്റ് ചെയ്തിട്ടില്ല, ബിയുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. സോ ഹൗ ദിസ് റിയാക്ഷൻ ക്യാൻ ബി റെപ്രസെൻറ്റ് NH3 പ്ലസ് BF3 ഗീവ്സ് NH3 നമ്മൾ ഇങ്ങനെ എഴുതാം, കാരണം നൈട്രജൻ ആണ് കൊടുക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നൈട്രജൻ ഡൊണേറ്റ്സ് ഇറ്റ്സ് ഇലക്ട്രോൺസ് ടു BF3, പക്ഷെ പൂർണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ടോ? ബോറോണിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് അല്ലേ, നൈട്രജനും ബോറോണും കൈ പിടിച്ചിട്ട് അവിടെ വെച്ച് കൊടുത്തു. പക്ഷേ BF3ക്ക് സന്തോഷമായി, കാരണം എന്താണ്, ഇവിടുന്ന് ഒരു 6 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടുന്ന് ഒരു 2 ഇലക്ട്രോണെ കൂടി കിട്ടി. നൈട്രജന് പ്രശ്നമുണ്ടോ? ഇവിടെ 6 ഉണ്ട്, ഈ 2 ഇലക്ട്രോൺ നൈട്രജൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, BF3യുടെ കൈ പിടിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ 2 പേർക്കും ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് ബോണ്ടിങ് ഈസ് ടേംഡ് ആസ് കോർഡിനേറ്റ് ബോണ്ടിങ് ഓർ ഡേറ്റീവ് ബോണ്ടിങ്. ജസ്റ്റ് ഇതെന്താ ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മളുടെ വി ആർ മോർ കൺസേൺ അബൌട്ട് ആസിഡ് ആൻഡ് ബേസ്. ഇതിലെന്താണ് ആസിഡ് ബേസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അക്കോർഡിംഗ് ടു ലൂയിസ് കൺസെപ്റ്റ് ആൻ ആസിഡ് ഈസ് ആൻ ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റർ. ഇലക്ട്രോൺ പെയേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യുന്നവരെയാണ് നമ്മൾ ആസിഡ് എന്ന് പറയുന്നത്. സോ വിച്ച് ഈസ് ദ ആസിഡ് ഹിയർ? Yes, very good. BF3 is the acid because it accepts electron pair. And what is the base? Surely it is ammonia is the base because it donates electron pair. So ഇവിടെ നമ്മൾ ലൂയിസ് കൺസെപ്റ്റാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ആസിഡ്സ് ആർ ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റേഴ്സ്, ബേസസ് ആർ ഇലക്ട്രോൺ പെയർ ഡോണേഴ്സ്. Now consider some other examples. Ammonia പ്ലസ് അമോണിയ എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാൻ എപ്പോഴും ശീലിക്കണം കേട്ടോ, കാരണം നൈട്രജനിൽ ആ ലോൺ പെയർ ഉണ്ട്, അതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം എപ്പോഴും. അമോണിയ പ്ലസ് H+, ഇതെങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം? H+, എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് ദാറ്റ് ഈസ് ലാക്ക് ഓഫ് ഇലക്ട്രോൺസ്. H+ എങ്ങനെയുണ്ടായേ? H1 ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോൺ ആണല്ലേ. ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ആണുള്ളത്. അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ എന്തായി മാറും? അത് H+ ആയി മാറും അല്ലേ. ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ H+ ആയിരിക്കും. H ഡോട്ട് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണോ ഹൈഡ്രജൻ ആറ്റം? അല്ല, കാരണം അത് ദാറ്റ് നീഡ് 2 ഇലക്ട്രോൺസ്, 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിലാണ് അത് സ്റ്റേബിൾ ആവുക. ഓക്കെ, സോ H+ ദാറ്റ് ഈസ് ലാക്ക് ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോൺ കുറവുള്ള ആളുകളാണ്. അമോണിയയുടെ അടുത്ത് വന്നാൽ അമോണിയയ്ക്ക് സന്തോഷമേ ഉള്ളൂ. അമോണിയ എന്ത് ചെയ്യും? NH3 കയ്യിൽ വെക്കാൻ കൊടുക്കും, H. ഓക്കെ, നമുക്ക് എന്നിട്ട് ഇതിന് മൊത്തം ഒരു ചാർജ് ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്കിവിടെ മൊത്തം ഒരു പ്ലസ് എന്നിട്ട് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ ചാർജ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ. ഇവിടെ ചാർജ് ഉണ്ടല്ലോ, ഇവിടെ പ്ലസ് ചാർജ് ഉണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് പ്ലസ് ചാർജ് വേണം. സോ ഇവിടെ എന്താണ്, ആരാണ് ആസിഡ് ബേസ് എന്ന് പറയൂ? H+ ഈസ് ആൻ ആസിഡ്, അമോണിയ ഈസ് എ ബേസ്. അമോണിയ എന്ന് പറയുന്നത് ഒരു ബേസ് ആണ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. Cl- ക്ലോറൈഡ് അയോൺ. ഓക്കെ, എങ്ങനെ ക്ലോറൈഡ് അയോൺ എന്ന് പറയുന്നത്? ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ 7th ഗ്രൂപ്പാണ്. ദാറ്റ് കണ്ടെയ്ൻസ് 1 2 3 4 5 6 7 ഇലക്ട്രോൺസ്. ഓക്കെ, അത് ക്ലോറിൻ ആറ്റം. അതിന് എവിടെയെങ്കിലും ഒരു ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ അതെന്തായി? ക്ലോറൈഡ് അയോണായി അല്ലേ. ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, സോഡിയം ക്ലോറൈഡ് ഫോർമേഷൻ. സോഡിയം അതിൻ്റെ ഒരു ഇലക്ട്രോണിനെ ക്ലോറിന് കൊടുത്താൽ Cl- ആവും, സോഡിയം Na+ ആവും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലോറൈഡ് അയോൺ സിസ്റ്റം ഹാവിങ് എ നെഗറ്റീവ് ചാർജ്. നൗ കൺസിഡർ അനദർ സിസ്റ്റം AlCl3. ഇതാണ് AlCl3 എന്ന് പറയുന്നത് sp2 ഹൈബ്രിഡൈസേഷൻ ആണ് കേട്ടോ. നമ്മൾ ബോറോൺ പോലെ തന്നെ ഇങ്ങനെയല്ല വരയ്ക്കേണ്ടത്, ഇങ്ങനെയാണ് ടിസ്റ്റർ വരയ്ക്കേണ്ടത്. എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ വരച്ചു എന്നേ ഉള്ളൂ. ഇതെല്ലാം ഒരിക്കലും സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും സ്ട്രക്ചർ. ഓക്കെ, ഇനി നോക്കൂ, ഇത് ഇലക്ട്രോണിൻ്റെ കുറവുണ്ടോ ഇയാൾക്ക്? നോക്കൂ, ഈ ബോറോണും അലുമിനിയൊക്കെ ഒരേ ഫാമിലിയിൽ കിടക്കുന്നു. ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ അലുമിനിയത്തിൽ വാലൻസ് ഇലക്ട്രോൺ 3 ആണുള്ളത്. ഓരോളെ ക്ലോറിനും കൊടുക്കും. സോ മൊത്തം 6 ഇലക്ട്രോൺ, ലാക്ക് ഓഫ് 2 ഇലക്ട്രോൺ. നമ്മൾ BF3യുടെ അതേ പാറ്റേൺ ഉള്ളവരാണ് അല്ലേ. ആൻഡ് ദ ക്ലോറിൻ ഈസ് റെഡി ടു ഡൊണേറ്റ് ദിസ് ഇലക്ട്രോൺ. പക്ഷേ പൂർണ്ണമായിട്ട് കൊടുക്കുമോ? ഇല്ല. ഇവിടെ എന്താ ചെയ്യുന്നത്?
ക്ലോറിൻ ഒരു ഡേറ്റീവ് ബോണ്ടിങ് കൊടുക്കുകയാണ് വിത്ത് AL. ഓക്കെ, മൈനസ് എന്നെഴുതാം കാരണം ടോട്ടൽ ഒരു മൈനസ് ഉണ്ട്. ഇതിനെ നമുക്ക് AlCl4 മൈനസ് എന്ന് കൂടി എഴുതാം കേട്ടോ. സോ ഇവിടെ നമ്മളുടെ ഉദ്ദേശം ഏതാണ് ആസിഡ് ഏതാ ബേസ് പറയുക. ഓക്കെ, AlCl3 ആണ് ലാക്ക് ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ ഇതാണ് ആസിഡ്, ഇയാളാണ് ബേസ്. കാരണം ഇത് ഡൊണേറ്റ് ചെയ്തു, ഇത് ആക്സെപ്റ്റ് ചെയ്തു. സോ ആസിഡ്സ് ആൻഡ് ബേസസ്. എന്നാൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. Ag+ സിൽവർ. ഓക്കെ, ദെൻ Cn- സയനൈഡ് അയോൺ. അത് നമുക്ക് 2 സയനൈഡ് അയോൺ എടുക്കാം. ഓക്കെ, Ag+ Cn- എന്ന ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യും. AgCn ട്വൈസ് ആണാവുക. AgCn ട്വൈസ്. ഇവിടെ 2Cn- എന്ന് വെച്ചാൽ 2 മൈനസ് ഉണ്ടല്ലോ. AgCn ട്വൈസ് മൈനസ് എന്ന് വരും. ഓക്കെ, ഇവിടെ ഒരു പ്ലസും ഇവിടെ 2 മൈനസ് ഇല്ല, അപ്പം മൊത്തം AgCn ട്വൈസ് മൈനസ് എന്ന് വരും. സോ ഇവിടെ എന്താ സംഭവിച്ചത്? Ag+ എന്ന് പറയുന്നത് ആസിഡ്, Cn- എന്ന് പറയുന്നത് ബേസ്. ഓക്കെ, സോ ഹിയർ ഈസ് വൺ അനദർ എക്സാമ്പിൾ. ഇങ്ങനെ കുറേ എക്സാമ്പിൾ എഴുതാട്ടോ നമുക്ക്. അനദർ വൺ BF- + BF3. ഇത് പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, ആൻഡ് യു വിൽ ഗെറ്റ് BF4-. ഇവിടെ പറയൂ ഏതാണ് ആസിഡ്? BF3 is an acid, F- is a base. Okay, so ഇത്രയും കാര്യം നമുക്ക് മനസ്സിലായി. ആസിഡ്സ് ആർ ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റർ, ബേസസ് ആർ ഇലക്ട്രോൺ പെയർ ഡോണേഴ്സ്. ഓക്കെ, നൗ വി വാണ്ട് ടു കൺസിഡർ ക്ലാസിഫിക്കേഷൻ ഓഫ് ലൂയിസ് ആസിഡ്സ്. ആരൊക്കെ നമുക്ക് ലൂയിസ് ആസിഡ്സ് എന്ന് പറയാം, ലൂയിസ് ബേസ് എന്ന് പറയാമെന്നാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ലൂയിസ് ആസിഡ്സ് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നോക്കൂ. ഇവിടെ Ag+ എന്ന് പറയുന്നത് എന്താണ്? ആസിഡാണ് അല്ലേ. H+ എന്ന് പറയുന്നത് ആസിഡാണ്. ഇവരുടെ പ്രത്യേകത എന്താണ്? ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് ഇലക്ട്രോണിനെ കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് പറയും? കാറ്റയോൺസ് എന്ന് പറയാം. അപ്പോൾ നമുക്കൊരു ജനറലൈസ് ചെയ്തിട്ട് പറയാം, ഓൾ കാറ്റയോൺസ് ആർ ലൂയിസ് acids. All cations are Lewis acids. Why? Cations lack of electrons, so they need of electrons, so they are termed as Lewis acids. All cations are Lewis acids like Na+, K+, calcium 2+, barium 2+, നമ്മുടെ H+, Ag+, Hg2+, Fe3+, ഇതെല്ലാം കാറ്റയോൺസ് ആണ്. ഇവരെയെല്ലാം നമ്മൾ എന്താ പറയുന്നത്? ലൂയിസ് ആസിഡ്സ്. ഓൾ കാറ്റയോൺസ് ആർ ലൂയിസ് ആസിഡ്സ്. അതിൽ നമുക്ക് ഈ കാറ്റയോൺസിനെ കുറിച്ച് പറയുമ്പോൾ സ്ട്രോങ് ഏതാ വീക്ക് ഏതാ എന്ന് പറയാം. Na+, K+, Ca+, ഇവരുടെയൊക്കെ പ്രത്യേകത പറയുന്നത് ദേ ഹാവ് ലാർജ് സൈസ്. നമുക്ക് പീരിയോഡിക് ടേബിൾ പഠിക്കുമ്പോൾ അറിയാം, ഇവിടെ കിടക്കുന്നവരെല്ലാം ലാർജ് സൈസുള്ളവരാണ്. ഇങ്ങോട്ടേക്ക് പോകുന്തോറും സൈസ് റേഡിയസ് കുറഞ്ഞു വരും അല്ലേ. അപ്പോൾ ഇവിടെയുള്ള കാറ്റയോൺസ് എല്ലാം ലാർജ് സൈസാണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ദേ ഹാവ് സ്മോൾ സൈസ്. ഓക്കെ, ദീസ് ആർ ലാർജ് സൈസ് ആൻഡ് ദീസ് ആർ സ്മോൾ സൈസ്ഡ് കാറ്റയോൺസ്. സോ ഇവരെല്ലാം ലാർജ് സൈസാണ്. അപ്പോൾ സൈസ് കൂടുമ്പോൾ നോക്കൂ, ഇതാണ് സൈസ് കൂടിയ ആൾക്കാർ, ഇത് ന്യൂക്ലിയസ് ആണ് അല്ലേ. അപ്പോൾ പുറമേ നിന്നുള്ള ഒരു ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി കുറവായിരിക്കും. ഇവരെല്ലാം സ്മോൾ സൈസാണ്, ചെറിയ സൈസാണ്, ഇത് ന്യൂക്ലിയസ് ആണ്. അപ്പോൾ നോക്കൂ, പുറമേ നിന്ന് ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ സൈസ് കുറയും തോറും ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ കൂടും അല്ലേ പുറമേ ഒരാളേനെ. അപ്പോൾ സൈസ് കൂടിയത് കൊണ്ട് തന്നെ ഇവരെല്ലാം നമ്മൾ വീക്ക് ലൂയിസ് ആസിഡ്സ് എന്നാണ് പറയുക. സൈസ് കൂടിയ എല്ലാ കാറ്റയോൺസും വീക്ക് ലൂയിസ് ആസിഡ്സ് ആണ്. ആൻഡ് സൈസ് കുറഞ്ഞ എല്ലാ കാറ്റയോൺസും സ്ട്രോങ് ലൂയിസ് ആസിഡ്സ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഓൾ കാറ്റയോൺസ് ആർ ലൂയിസ് ആസിഡ് ഇൻ വിച്ച് ലാർജ് സൈസ്ഡ് cations are weak Lewis acids and small sized cations are strong Lewis acid, and the strongest Lewis acid is H+. പുള്ളിക്കാരനേക്കാൾ സ്മോളായ ഒരാളില്ല അല്ലേ. അപ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് എന്ന് പറയുന്നത് H+ ആണ്. അപ്പോൾ നമ്മൾ അറീനിയസും ലൗറി ബ്രോൺസ്റ്റഡൊക്കെ H+ വെച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അവർക്കുള്ളൊരു സപ്പോർട്ട് കൂടിയായി അല്ലേ, ലൂയിസിൻ്റെ വക ഒരു സപ്പോർട്ട്. H+ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആസിഡാണ്. സോ ദാറ്റ് ഓൾ കാറ്റയോൺസ് ആർ ലൂയിസ് ആസിഡ്സ്. എന്നാൽ നമുക്ക് അടുത്ത ആളെ നോക്കി നോക്കാം. പിന്നെ എങ്ങനെയുള്ളവരെയാണ് നമുക്കിങ്ങനെ ആസിഡായി കണ്ടത്? നമ്മൾ ആദ്യം പഠിച്ച BF3 അല്ലേ. പിന്നെ നമ്മൾ നോക്കിയ AlCl3,
BCl3. ഇവരുടെയൊക്കെ പ്രത്യേകത എന്താണ്? ദേ ആർ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്. അപ്പോൾ എല്ലാ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്പീഷീസും എന്താണ്? ലൂയിസ് കാറ്റയോൺസ് ആണ്. അപ്പോൾ പ്ലസ് എന്ന് പറഞ്ഞാൽ ഇവരൊന്നും ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് അല്ല. കാറ്റയോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ മാറ്റി പറയാം. മോളിക്യൂൾസ് ഇൻ വിച്ച് സെൻട്രൽ ആറ്റം ഹാവിങ് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്. അങ്ങനെ എഴുതാം അതിനെ കുറച്ചുകൂടി നന്നായിട്ട്. ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്. സോ ഇവരും ആസിഡാണ്. നമ്മൾ എന്താ പഠിച്ചത്? BF3 അല്ലേ? ലാക്ക് ഓഫ് ഇലക്ട്രോൺ. AlCl3, BBr3, AlBr3. ഒരേ ഗ്രൂപ്പിലുള്ളവരുടെ ഒരേ ഹാലൈഡ്സ് എഴുതിയാൽ മതി. BCl3. ഇതെല്ലാം മോളിക്യൂൾസ് ഇൻ വിച്ച് സെൻട്രൽ ആറ്റം ഹാവിങ് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്. ഗാലിയം ആണെങ്കിൽ GaCl3. ഓക്കെ, അങ്ങനെ അവർ എല്ലാം ഹാലൈറ്റ്സ് ആക്കി എഴുതിയാൽ മതി. അപ്പോൾ അവരെല്ലാവരും എന്താണ്? ലൂയിസ് ആസിഡ്സ് ആണ്. മോളിക്യൂൾസ് ഇൻ വിച്ച് സെൻട്രൽ ആറ്റം ഹാവിങ് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്. അപ്പോൾ അവർക്ക് ഇലക്ട്രോണിനെ വേണം. ദേ ആർ ആസിഡ്സ്. ഓക്കെ, അപ്പോൾ 2 കാറ്റഗറി നമ്മൾ നോക്കി. ഇനി 3rd കാറ്റഗറി നോക്കാം. മോളിക്യൂൾസ് ഇൻ വിച്ച് സെൻട്രൽ ആറ്റം ഹാവ് vacant d orbitals. Molecules in which central atom have vacant d orbital. For example, SiCl4, silicon tetrachloride. SiCl4 ഇങ്ങനെയാണ് വരിക. ഓക്കെ, ക്ലോറിൻ 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 2 4 6 8. ഒക്ടറ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. പക്ഷേ ഈ സിലിക്കണിൻ്റെ പ്രത്യേകത, ഇറ്റ് കണ്ടെയ്ൻസ് എ വാക്കൻറ്റ് ഡി ഓർബിറ്റൽസ്. ഇതിന് വാക്കൻ്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഉണ്ട്. ഓക്കെ, ആ ഡി ഓർബിറ്റൽസിലേക്ക് വേണമെങ്കിൽ ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾറെഡി കംപ്ലീറ്റഡ് ഒക്ടേറ്റ് ഉണ്ടായിക്കോട്ടെ, വാക്കൻറ്റ് ഡി ഓർബിറ്റൽ, ദ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ് ലീഡ്സ് ടു ദ ആക്സെപ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ് ഇതിന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? SiCl4 ഓൾറെഡി അത് സ്റ്റേബിൾ ആണ് കേട്ടോ. അതിൻ്റെ അടുത്തേക്ക് ക്ലോറിൻ വരികയാണ് വിചാരിക്കൂ. 2 ക്ലോറിൻ വരികയാണ്. ഓക്കെ, 2Cl4-. അപ്പോൾ എന്ത് ചെയ്യും? അത് അതിൻ്റെ ഇലക്ട്രോൺസിനെ അതിൻ്റെ ഡി ഓർബിറ്റലിലേക്ക് വിടും. ഓക്കെ, അപ്പം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് SiCl, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 2, SiCl6 ബ്രാക്കറ്റിൽ ഇവിടെ 2 മൈനസ് ആണ് അല്ലേ, 2-, SiCl6 2-. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? SiCl4ലുള്ള സിലിക്കൺ ആക്സെപ്റ്റ് ചെയ്തു ഇലക്ട്രോൺസിനെ. SiCl4 ഈസ് ആൻ ആസിഡ്. ദെൻ Cl- എന്താണ്? ബേസ് ഇലക്ട്രോണിനെ കൊടുത്തു അല്ലേ. സോ ഇവിടെ എന്താ? ദ മോളിക്യൂൾസ് ഇൻ വിച്ച് ദ സെൻട്രൽ ആറ്റം ഹാവിങ് വാക്കൻറ്റ് ഡി ഓർബിറ്റ്. ആ വാക്കൻ്റ് ആയ ഓർബിറ്റിൽ ഉണ്ടായതുകൊണ്ടാണ് അതിലേക്ക് ഈ 2 ക്ലോറിൻ എന്നുള്ള ഇലക്ട്രോണിനെ ആഡ് ചെയ്തിട്ടൊരു ബോണ്ട് ഫോം ചെയ്യാൻ സാധിച്ചത്. ഓക്കെ, അപ്പോൾ SiCl6 എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചറേ മാറും. ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ Cl6 4 ക്ലോറിൻ Cl ഇങ്ങനെയായിരിക്കും അതിൻ്റെ സ്ട്രക്ചറേ മാറിപ്പോയി. ഇങ്ങനെ ഒരു കൂർത്ത് നിന്നിരുന്ന് ഇങ്ങോട്ട് പരന്നിട്ട് 4 ഇവിടെ നിൽക്കും, പിന്നെ മുകളിലും താഴെയായിട്ട് ഇങ്ങനെ നിൽക്കും. സോ അതാണ്. അപ്പോൾ ഇവിടുന്ന് മനസ്സിലായത് SiCl4 ഈസ് ആൻ ആസിഡ്, ദിസ് ഈസ് എ ബേസ്. അപ്പോൾ നമ്മൾ പഠിച്ചു SiCl4 ഒരു ആസിഡ് ഫാമിലി കിടക്കുന്നതാണ്. അപ്പോൾ SiCl4 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും SiF4 എന്ന് എഴുതാം. ഈ ഇക്വേഷനെ മാറ്റി എഴുതാം കേട്ടോ. അതൊക്കെ നിങ്ങൾ തനിയെ എഴുതും. ഓക്കെ, ദെൻ എല്ലാം ഞാൻ പറഞ്ഞു തരുന്നതിന് അതൊരു കാര്യമാവില്ല. നിങ്ങൾ ട്രൈ ടു ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ആൻഡ് ട്രൈ ടു റൈറ്റ് സം ഇക്വേഷൻസ് ഓൾസോ. ഓക്കെ, അപ്പോൾ സിലിക്കൺ പോലെ തന്നെയാണ് സീബോർഗിയം, Sb(F5) അതുണ്ട്. ദെൻ ഇങ്ങനത്തെയൊക്കെ കുറേ കോമ്പൗണ്ട്സിൽ എന്താ ഉണ്ടാവുന്നത് വെച്ചാൽ ദാറ്റ് ദ സെൻട്രൽ ആറ്റം ഹാവിങ് വാക്കൻ്റ് ഓർബിറ്റൽസ് ഉണ്ടായതുകൊണ്ട് ദാറ്റ് ക്യാൻ അക്കോമഡേറ്റ് ദ ഇലക്ട്രോൺസ്. സോ ദീസ് ആർ സം ഓഫ് ദ എക്സാമ്പിൾസ്. ഇനി വേറൊരു കാറ്റഗറി കൂടിയുണ്ട്. ദ മോളിക്യൂൾസ് ഇൻ വിച്ച് ദ സെൻട്രൽ ആറ്റം ഹാവിങ് മൾട്ടിപ്പിൾ ബോണ്ട്സ്. മോളിക്യൂൾസ് in which central atom have multiple bonds
ബോൺസ്. ഓക്കെ, ഇതും ഇനി നമ്മൾ ലൂയിസ് ബേസ് പറയുമ്പോൾ അത് തെറ്റിദ്ധാരണ വരാൻ പാടില്ല. ഇതിന് പെർട്ടിക്കുലർ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. CO2 SO2. CO2ൻ്റെ ഒക്കെ സ്ട്രക്ചർ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, തോന്നുന്നു. CO2 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, 2 CO2 SO2 ഒക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ബോൺസ് ഒക്കെ വരുമ്പോൾ എന്താ വെച്ചാൽ ദാറ്റ് ക്യാൻ ആക്ട് ആസ് ആൻ ആസിഡ് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കാൽസ്യം ഓക്സൈഡ്, അത് CO2 നമ്മൾ ഏത് കൺസെപ്റ്റിലായിരുന്നു മക്കളെ? ലെക്സ് ഫ്ലഡിൽ അല്ലേ, CaO + CO2 gives CaCO3 എന്ന് നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ ഇവിടെയും ഇത് തന്നെയാണ്. CaO എന്ന് പറഞ്ഞു വെച്ചാൽ ആക്ച്വലി എന്താണ്? കാൽസ്യം 2+ഉം O2- ആണ്. ഓക്കെ, ആ O2- ആ 2 ഇലക്ട്രോൺസിനെയാണ് ഇവിടെ ആർക്ക് കൊടുക്കുന്നത്? കാർബണിന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇത്രയൊന്നും നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയി ചിന്തിക്കേണ്ട. ദ പ്രോഡക്റ്റ് ഈസ് CaCO3, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ 2 ഇലക്ട്രോൺസിനെ കാർബൺ ആക്സെപ്റ്റ് ചെയ്യുക ചെയ്യുന്നത്, ആൻഡ് ഇറ്റ് കൺവേർട്ടഡ് ഇൻ ടു CaCO3. സോ ദിസ് ഈസ് ആൻ ആസിഡ് ആൻഡ് ദിസ് ഈസ് എ ബേസ്. അപ്പോൾ മൾട്ടിപ്പിൾ ബോൺസ് ഉള്ള SCO2 SO2 സിസ്റ്റം ഒക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ ലൂയിസ് എന്ത് ചെയ്തു? നമ്മൾ ലെക്സ് ഫ്ലഡിനെ സപ്പോർട്ട് ചെയ്യുക ചെയ്തത് അല്ലേ, അപ്പോൾ അറീനിയസിനെയും ലൗറീനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ലെക്സ് ഫ്ലഡ് കൺസെപ്റ്റിനെ. അപ്പോൾ ദിസ് ഈസ് ഓൾമോസ്റ്റ് ജനറൽ കൺസെപ്റ്റ് റിഗാർഡിംഗ് ആസിഡ്സ് ആൻഡ് ബേസസ്. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ലൂയിസ് ബേസസ്. ഇവിടെ നമ്മൾ all cations എഴുതിയ no doubt we can write all anions. All anions are Lewis acids, Lewis bases, sorry. What are they? H-, Cl-, Br-, Cn-, F-. These all are having excess of electrons, so they are ready to give their electronsനെ കൊടുക്കാൻ തയ്യാറാണ് അവർ. so they are Lewis bases. all anions are Lewis bases. then പിന്നെ ആരാ നമ്മൾ ബേസ് പഠിച്ച? അമോണിയ ഒക്കെ പഠിച്ചു അല്ലേ. ദാറ്റ് ഈസ് മോളിക്യൂൾസ് ഇൻ വിച്ച് ആറ്റം possess lone pairs of electrons. Lone pairs of electrons ഉള്ള എല്ലാ മോളിക്യൂൾസും ലൂയിസ് ബേസസ് ആണ്. ഫോർ എക്സാമ്പിൾ അമോണിയ എഴുതിയ ഉടനെ തലയ്ക്ക് 2 കുത്തിടണം. വാട്ടർ H2O, ഓക്സിജനിൽ എപ്പോഴും 2 ലോൺ പെയർസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ദീസ് ആർ ലൂയിസ് ബേസസ്. അപ്പോൾ ലോൺ പെയർസ് ഉള്ള സിസ്റ്റംസ് എന്ത് തന്നെ ആയിക്കോട്ടെ, ദാറ്റ് ഈസ് ഹാവിങ് ബേസ് ക്യാരക്ടർ. ലോൺ പെയർസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അത്തരം മോളിക്യൂൾസിന് നമുക്ക് എന്ത് പറയാം? ബേസസ് എന്ന് പറയും. കാൽസ്യം ഓക്സൈഡ് CaO, അവിടെ ലോൺ പെയർസ്. ഓക്സിജന് ലോൺ പെയർസ് ഉണ്ട്. MgO, മഗ്നീഷ്യം ഓക്സൈഡ് ലോൺ പെയർസ് ഉണ്ട്. നമ്മൾ ഇതൊക്കെ ആൾറെഡി ബേസസാണ് പഠിച്ചല്ലോ. അപ്പോൾ ലൂയിസും പറയുന്നുണ്ട് ഇതെല്ലാം ബേസസ് ആണ്, ബിക്കോസ് ദാറ്റ് കണ്ടെയ്ൻസ് ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ്. ഇങ്ങനെയാണ് വരുന്നത്. കാരണം 2-, 2 ഇലക്ട്രോൺസിനെ കാൽസ്യം കൊടുത്തു. അപ്പോൾ Ca2+, O2-, Mg2+, O2- ആണ് കേട്ടോ. അപ്പോൾ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് ഇവിടെ. സോ ദാറ്റ് ആർ ബേസസ്. സോ മോളിക്യൂൾസ് ഇൻ വിച്ച് ആറ്റം പൊസസ് ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ആർ ബേസസ്. ദെൻ വേറൊരു കാറ്റഗറി ഉള്ളത് ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ്. അവരുടെ പ്രത്യേകത എന്താണ്? ദേ ഹാവ് മൾട്ടിപ്പിൾ ബോൺസ്. ഫോർ എക്സാമ്പിൾ C+C ഇങ്ങനൊരു സിസ്റ്റം, C+C ഇങ്ങനൊരു സിസ്റ്റം. ഇതിന് നമ്മൾ പൈ ഇലക്ട്രോൺസ് എന്നാണ് പറയുക അല്ലേ. ഈ പൈ ഇലക്ട്രോൺസ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺസ് ആയതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് മെറ്റലുമായിട്ട് കമ്പൈൻ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. ഈ ബോണ്ട് ഇങ്ങനെ ഒരു മെറ്റലുമായിട്ടൊരു കോർഡിനേറ്റ് ബോണ്ട് ഇങ്ങനെ ഫോം ചെയ്യും. ഇതൊക്കെ നിങ്ങളിനി ഹയർ ക്ലാസ്സുകളിൽ പഠിക്കും. ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞ് പഠിക്കും. ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഒരു മെറ്റലുമായിട്ടുള്ളതാണ് ഓർഗാനോ മെറ്റാലിക്. അപ്പോൾ ഇവിടെയും എന്താ നെറ്റ് എഫക്റ്റ്? ഈ ഇലക്ട്രോൺസിനെ മെറ്റലിന് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ മെറ്റൽ ആസിഡാണ്, ഇവരെല്ലാവരും ബേസാണ്. സോ ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ് ദാറ്റ് ഹാവ് മൾട്ടിപ്പിൾ ബോണ്ട്സ് ക്യാൻ സെർവ് ആസ് ലൂയിസ് ബേസസ്. Then there is another generalization. All Bronsted bases are also Lewis bases. എന്താ Bronsted base എന്ന് പറഞ്ഞാൽ H+നെ ആക്സെപ്റ്റ് ചെയ്യുന്നവർ അല്ലേ. അപ്പോൾ ആ കേസിൽ നമ്മൾ എല്ലാ ബേസസിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അവർക്കൊക്കെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അവരാണ് H+നെ ആക്സെപ്റ്റ് ചെയ്യുന്നവരെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഓൾ Bronsted bases are Lewis bases തന്നെയാണ്. പക്ഷേ all Bronsted acids are not Lewis acids. ഫോർ എക്സാമ്പിൾ ഒരു Bronsted ആസിഡ് പറയൂ. HCl, H2SO4 ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതാണ് H+നെ ഡൊണേറ്റ് ചെയ്യുന്നവരാണല്ലോ ബ്രോൺസ്റ്റഡ് ആസിഡ്സ്. പക്ഷേ നമുക്കറിയാം ലൂയിസ് വെച്ചിട്ട് HClൻ്റെ നേച്ചർ പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. H2SO4ൻ്റെ നേച്ചർ പറയാൻ പറ്റുമോ ലൂയിസിന്? ഇല്ല. കാരണം ലൂയിസിൻ്റെ കൺസെപ്റ്റുള്ളവരല്ല ഈ ആസിഡ്സ് ഒന്നും. അപ്പോൾ നമുക്കൊരു ജനറലി പറയാം ഓൾ ബ്രോൺസ്റ്റഡ് ആസിഡ്സ് ആർ നോട്ട് ലൂയിസ് ആസിഡ്സ്.
Now we can check the merits. What are the merits? Merits എന്ന് പറഞ്ഞാൽ it can explain most of the things into, it can explain most of the species into acids and bases. മിക്കവാറും എല്ലാവരും നമുക്ക് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് പറയാൻ പറ്റും. അപ്പം തന്നെ അതിൻ്റെ അവിടെ ഒരു ഡ്രോബാക്ക് കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പറയുന്നത് ഇറ്റ് എക്സ്പ്ലെയിൻ ദ ആസിഡിക് ബേസ് ബിഹേവിയർ ഓഫ് നോൺ പ്രോട്ടോണിക് തിങ്സ്. നോൺ പ്രോട്ടോണിക് മോളിക്യൂൾസിനെയും നമുക്ക് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് പറയാം. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ മെറിറ്റ്. ഓക്കെ, പിന്നെ ജനറലാണ്, അതൊക്കെയാണ് അതിൻ്റെ മെറിറ്റ്. നൗ വി ക്യാൻ ചെക്ക് വാട്ട് ആർ ദ ഡീമെറിറ്റ്സ്. ഡീമെറിറ്റ്സിൽ പറയുന്നത് ഇറ്റ് ഈസ് ടു ജനറൽ, വല്ലാതെ ജനറലായി പോയി എന്ന് പറയുന്നു. കാരണം all the compounds that can form coordinate bonds can be explained on the basis of Lewis acid concept. ആർക്കൊക്കെയാണോ കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് അവരൊക്കെ ലൂയിസ് ആസിഡോ ബേസോ എന്ന് ക്ലാസിഫൈ ചെയ്യാമെന്നാണ് പറയുന്നത്. അതത്ര ശരിയായ ഒരു കാര്യമല്ല. അപ്പോൾ ഇത് ടു ജനറൽ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത്. പിന്നെ രണ്ടാമത് പറയുന്നത് റിലേറ്റീവ് സ്ട്രെങ്ത് കനോട്ട് ബി അസൈൻ. റിലേറ്റീവ് സ്ട്രെങ്ത്, അതായത് രണ്ട് പേര് വരുമ്പോൾ ആരാണ് കൂടുതൽ സ്ട്രോങ് എന്ന് കമ്പയർ ചെയ്യാൻ. നമ്മൾ വീക്കും സ്ട്രോങ്ങും ആസിഡിൻ്റെ കേസ് പറഞ്ഞാലും എല്ലായ്പ്പോഴും നമുക്കതൊരു സ്ട്രോങ് ആരാണ് എന്ന് പറയാൻ പറ്റില്ല. റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് ആർ നോട്ട് പോസിബിൾ. പിന്നെ നമ്മൾ ഇവിടെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ അല്ലേ, ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദ ആസിഡിക് ബിഹേവിയർ ഓഫ് HCl, H2SO4, അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ പറഞ്ഞത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഉണ്ടാകുന്ന പ്രോസസ്സ്, ആസിഡ് ബേസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്തത് കോർഡിനേഷൻ ബോണ്ട് ഉണ്ടാകുന്നതാണ്. ആക്ച്വലി ദിസ് ഈസ് വെരി സ്ലോ ആണ് നടക്കുക. ഈ റിയാക്ഷൻ വെരി സ്ലോ ആണ് നടക്കുക. പക്ഷേ നമുക്കറിയാം ആസിഡ് ബേസ്ഡ് റിയാക്ഷൻസ് ഒക്കെ ഫാസ്റ്റ് ആണെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രോബാക്ക് അത്. Okay, now we can sum up what we have learned today. We started with the Lewis concept. It was proposed by G.N. Lewis in 1923, and according to his concept, an acid is an electron pair acceptor. Lewis base is based on the electron pair. Okay, acids are electron pair acceptors, bases are electron pair donors. Consider the reaction between ammonia and BF3. Ammonia having lone pairs of electron, so it will donate its electrons to BF3. So BF3 can accept electron pair. Since therefore ammonia is a base, BF3 is an acid. Next we learn about the example NH3 plus H plus. NH3 having lone pair, so it can donate its electrons to H plus, so it's a base. H plus is an acid. And there are some other reactions like a reaction between Cl minus and AlCl3, Ag plus and 2Cl minus, etc. Next we learn about the classification of Lewis acids. All cations are Lewis acids. Examples Na plus, K plus, H plus, Ag plus, etc. Among these, large sized cations are weak Lewis acids and small sized cations are strong Lewis acids. And also electron deficient species or the molecules in which the central atom having incomplete octet are Lewis acids like BCl3, BF3, AlCl3, etc. Now the molecules in which central atom have vacant d orbitals also possess Lewis acid character like SiCl4, SbF5, SiF4, etc. Now the molecules with central atom have multiple bonds can also serve as Lewis acids like a CO2, SO2. Now the classification of Lewis bases. All anions are Lewis bases, and molecules in which central atom possess lone pairs of electrons are Lewis bases, and alkenes and alkyne system that can bonded with the metal ions are Lewis bases. As we learn about the and all Bronsted bases are Lewis bases, but all Bronsted acids are not Lewis acids. Next we learn about the merits and demerits. Like it is too general, relative strength cannot be compared, and HCl, H2, their acidity cannot be explained, and formation of coordination compounds are slow, but actually acid base reactions are fast. Next we learn